ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ആ ദാ കിടക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടായിരുന്നോ? എൻ്റെ സൺഫ്ലവർ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസാണ്. ആദ്യം ഹനിയ വന്നിട്ട് പറഞ്ഞു എൻ്റെ പേരൊന്ന് എഴുതണമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ അനിയത്തി വന്നിട്ട് പറഞ്ഞു ദാനിയ എൻ്റെ പേരും എഴുതണമെന്ന്. പിള്ളേരല്ലേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ദാ ഒരു ലിസ്റ്റുമായിട്ട് വരുന്നു. ഹനിയ, ദാനിയ, സെനു, അച്ചു 4 പേരുടെ പേര് എഴുതണമെന്ന്. എന്താല്ലേ, ചെയ്ത് കൊടുത്തേക്കാം. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കണം, മോശമല്ലേ? അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, ഞാൻ ഈ കാലിഗ്രഫിയിലൊന്നും വലിയ പുള്ളിയല്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഞാൻ നിങ്ങളുടെ 4 പേരുടെയും പേര് എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കസിൻസ് ആണോ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ആരാണെങ്കിലും ശരി, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കരുത്. ചേച്ചി എൻ്റെ പേര് അങ്ങനെ എഴുതി, നിൻ്റെ പേര് ഇങ്ങനെയല്ലേ എഴുതിയത്, എനിക്ക് ഇങ്ങനത്തെ പൂ വരച്ചല്ലോ, നിനക്കങ്ങനെ വരച്ചില്ല. നോ മക്കളെ, നോ. ചേച്ചിക്ക് ഇത്രയും കഴിവേ ഉള്ളൂ. ചേച്ചിയുടെ കഴിവ് വെച്ചിട്ട് ചേച്ചി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എക്സാംസൊക്കെ നടക്കല്ലേ, വീഡിയോസ് മാത്രം കണ്ടിരിക്കേണ്ട, പഠിത്തവും കൊണ്ടുപോകണം കേട്ടോ. നല്ലോണം പഠിച്ച എക്സാംസിന് മാർക്കൊക്കെ വാങ്ങിക്കണം. വീഡിയോസ് ഇവിടെ തന്നെ കാണും, അതിനുശേഷം വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നതിനൊക്കെ താങ്ക് യു കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ പോകണ്ട, അടിപൊളി വീഡിയോസ് പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.